വീടും പൊങ്കാലയ്ക്കായി. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജിൻഷ. പൊങ്കാല ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊങ്കാല ദിവസം ഏകദേശം ഒരു 4 മണി 4:30 ആകുമ്പം ഞങ്ങള് പപ്പനങ്ങോടുന്ന് കിണ്ണിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ച വീട്ടിലെ ചേച്ചിയും ചേട്ടനും പറഞ്ഞു ആ സമയമാകുമ്പോഴേക്കും റോഡൊക്കെ നല്ല ട്രാഫിക് ആകും, അവര് റോഡൊക്കെ ബ്ലോക്ക് ചെയ്യും പോലീസുകാരെന്ന്. ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ചെറിയ ചെറിയ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ഒരു 4:30 ആകുമ്പോഴേക്ക് കിള്ളിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് ചേച്ചിയും ചേട്ടനും ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത് തന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞങ്ങള് അടുപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. തലേ ദിവസം തന്നെ ആ അടുപ്പൊക്കെ ഒന്ന് പോയി നോക്കി. പിന്നെ കുറച്ച് പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അരി, ബക്കറ്റ്, പൂവ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. ഞങ്ങൾ 4:30 എത്തിയതുകൊണ്ട് തന്നെ രാവിലെ ഒരു 10 മണി 10:30 ആകുമ്പോഴേക്കാണ് നമ്മൾ പൊങ്കാല നിവേദിക്കാൻ തുടങ്ങുക. അപ്പൊ ആ സമയം വരെ ഞങ്ങൾ ഫ്രീ ആയിരുന്നു. അപ്പം കുറച്ചധികം സമയം അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരു പാലത്തിന്റെ റോഡിന്റെ നടുക്കുള്ള ഡിവൈഡറിന്റെ മുകളിലാണ് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിരുന്നത് കേട്ടോ. അധികം തിരക്കൊന്നുമില്ലാത്തൊരു റോഡാണത്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും പൊങ്കാലിടാനായിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇങ്ങനെ കണ്ട് കുറച്ചധികം സമയം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ. ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളിങ്ങനെ റിലാക്സ് ചെയ്ത് ആ സമയം വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരുപാട് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട്, കാശിക്കാണെങ്കിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ ഇവിടെ വന്നിട്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ചധികം ദൂരം ചെല്ലുന്ന തോറും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇതേപോലെ ദേവീന്റെ പ്രതിഷ്ഠ ഉണ്ടാകും. അതിന് ഭണ്ണാരം പോലെ ഉണ്ടാവും. ഭണ്ണാരം ചാർത്തി നമുക്ക് ചന്ദനമൊക്കെ തൊടാം, തൊഴുത് നമുക്ക് പോരുകയൊക്കെ ചെയ്യാം. അപ്പൊ ഞങ്ങൾ കാശിയുള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം സമയമൊക്കെ നടന്ന് അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അനൗൺസ് ചെയ്യുന്നത് പൊങ്കാല നിവേദിക്കാൻ ഭണ്ഡാര അടുപ്പിൽ തീ കൊളുത്താനുള്ള സമയമായിട്ടുണ്ടെന്ന്. അപ്പൊ തന്നെ ഞങ്ങൾ വേഗം അടുപ്പിന്റെ അടുത്തേക്ക് വന്ന് പിന്നെ നമ്മളെ പൊങ്കാല വെക്കുന്ന കാലം ഒന്ന് പൂവൊക്കെ വെച്ച് ചന്ദനമൊക്കെ തൊട്ടൊന്ന് അലങ്കരിക്കുകയാണ്. ഈ പൂവൊക്കെ വെക്കുന്നത് വെറും പ്രഹസനാണെന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. കാരണം ഈ കത്തിക്കുന്ന ചൂടിൽ പൂവൊക്കെ കരിഞ്ഞ് വീഴും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും നമ്മൾ ഒരു ഭംഗിയാവട്ടെ എന്ന് കരുതിയിട്ട് പൂവൊക്കെ കല്ലിൽ ചുറ്റി കലത്തിൽ ചുറ്റിയിട്ട് ചന്ദനമൊക്കെ തൊട്ട് നല്ല അലങ്കരിച്ച് റെഡി ആവുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് നിന്ന് ഞങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിരുന്നു പൂജയ്ക്കുള്ള. അതായത് നമ്മൾ പൊങ്കാല ഇടുമ്പം ഗണപതിക്ക് വെക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആവില്, മലര്, ശർക്കര, പഴം, ചന്ദനത്തിരി, വിളക്കത്തിരി, തേങ്ങ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഒരു നാക്കലയിൽ അടുപ്പിന്റെ കുറച്ച് മുന്നിലായിട്ട് വെക്കും. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ആ ഇലയിൽ നിരത്തി വെക്കുകയാണ് ചെയ്യുക. ഗണപതിക്ക് കൊടുക്കുക എന്നുള്ളൊരു സങ്കല്പത്തിൽ നമ്മൾ ഇതൊക്കെയാണ് വെക്കാറുള്ളത്.
ഗണപതിക്ക് നിവേദിച്ചു കഴിഞ്ഞപ്പം ഞങ്ങള് വേഗം തന്നെ അരിയൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വെക്കാന്ന് കരുതി. പെട്ടെന്ന് തന്നെ കുതിർന്നാല് പായസം റെഡി ആവുമല്ലോ. പൊതുവേ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങുന്ന പൊങ്കാല അരി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ വേവുന്ന ടൈപ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരാറില്ല പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. ആ സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ അനൗൺസ്മെന്റ് കേൾക്കാം. അവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഭണ്ഡാരടുപ്പിൽ തീ കൊളുത്തി എന്നുള്ള അനൗൺസ്മെന്റ് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ സമയമാവുന്നതിന് അടുപ്പിച്ചിട്ട്. അപ്പം ഒരു 10 മണി 10:15 ആകുമ്പോഴേക്കും ഭണ്ഡാരടുപ്പിൽ തീ കൊളുത്തിയപ്പം അനൗൺസ്മെന്റ് വന്ന് നമുക്ക് ഓരോരുത്തർ പാസ് ചെയ്ത് വരുന്ന ചൂട്ടിലെ തീ കത്തിക്കാം അടുപ്പിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഗണപതിക്ക് വെച്ച ആ വിളക്കിന്ന് തീ എടുത്തിട്ട് കത്തിക്കും ചെയ്യാം. ഞാനൊക്കെ ഞങ്ങള് ഗണപതിക്ക് വെച്ച ആ ഒരു വിളക്കിൽ നിന്ന് തീ കൊളുത്തിയിട്ടാണ് അടുപ്പിലേക്ക് വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മള് ഫുള്ള് പ്രാർത്ഥനേന്റെ സമയമായിരിക്കും കേട്ടോ. നല്ല ചൂടും നല്ല വെയിലും, ഈ കത്തുന്ന ചൂടും നല്ല വെയിലും ആയിരിക്കും. ആ ഒരു 10 മണി 11 മണി ആ ഉച്ചവെയിലിന്റെ സമയമാണല്ലോ, നല്ല ചൂടായിരിക്കും. പക്ഷെ നമ്മൾ ഈ പ്രാർത്ഥനയിൽ നമുക്കതൊന്നും ഒരു വിഷയമാവില്ല കേട്ടോ. അപ്പത്തെ ആ ഒരു ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നീട് നമ്മൾ ഓക്കെ ആവും. അപ്പം എന്നോട് പൊങ്കാല കഴിഞ്ഞ് വന്നപ്പം പലരും ചോദിച്ചിരുന്നു, ഈ പൊങ്കാല അർപ്പിക്കുന്ന സമയത്ത് ഈ തിരക്കിലൊക്കെ എങ്ങനെയാ നിങ്ങൾ ഈ വീഡിയോ എടുക്കുക, പ്രാർത്ഥിച്ച് നിൽക്കല്ലേ എന്നൊക്കെ 1-2 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് ഒരു കളിയാക്കൽ രൂപേണ ചോദിച്ചതാണെന്ന് എനിക്ക് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവര് അറിയാനും പിന്നെ ബാക്കിയുള്ള ഇതേപോലെ ഒരു സംശയമുള്ള ആളുകൾ അറിയാനും കേട്ടോ. നമ്മൾ ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് അല്ലെങ്കിൽ നൊയമ്പൊക്കെ എടുത്ത് വരുന്നതാ. അപ്പൊ ഇത് നമ്മൾക്കൊന്ന് ഈ പൊങ്കാല ഇടുന്ന കാര്യം നമുക്കൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക, പിന്നീടത്തേക്ക് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് അതൊരു ചില ആളുകൾക്ക് ഒരു ആഗ്രഹമായിരിക്കും അതൊക്കെ. അപ്പം അവരെന്ത് റിസ്ക് എടുത്തിട്ടും അത് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ. ആ സമയത്ത് ഫുൾ ടൈം നമ്മൾ ഭക്തിയാണ് എന്ന് പറഞ്ഞാലും നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരു സമയം കാത്തു വെക്കുമല്ലോ. ഇപ്രാവശ്യം എൻ്റെ കൂടെ എൻ്റെ മോനും കാശിക്കുട്ടനും ഉള്ളതുകൊണ്ട് അവനാണ് കുറേ വീഡിയോ ഒക്കെ എടുത്ത് സഹായിച്ചത്. കഴിഞ്ഞ തവണ ഞാനും അനിയത്തിയും ചേച്ചി ആയതുകൊണ്ട് ഞാൻ പൊങ്കാല അടുപ്പിൽ തീ കൊളുത്തുമ്പോൾ അവള് വീഡിയോ എടുക്കും, അവള് കൊളുത്തുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. അങ്ങനെ മാറി മാറി നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്ത്, പൊതുവെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, പലർക്കും അറിയാൻ മതിയാവും. പക്ഷെ ഇത് അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും നമ്മളോട് ചോദിച്ച കുറച്ച് ആളുകൾക്കുള്ളൊരു മറുപടിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം അരിയൊക്കെ കഴുകിയത് അടുപ്പിലിട്ടു. നന്നായി പ്രാർത്ഥിച്ച് ഭഗവതീനെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് പായസത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. വെള്ളം തിളച്ച അരി വെന്ത് കഴിഞ്ഞപ്പം അതിലേക്കും ശർക്കരയും തേങ്ങ പിന്നെ നെയ്യ് അങ്ങനത്തെ കൂട്ടുകളൊക്കെ ചേർത്ത് നമ്മൾ പായസം റെഡിയാക്കും കേട്ടോ. ഈ പായസം റെഡിയാക്കുന്നത് നമുക്കൊരു 11:30-12 മണീൻ്റെ ഉള്ളിൽ എന്തായാലും നമ്മൾ ഈ പായസം റെഡിയാകും എങ്ങനെയാണെങ്കിലും. പിന്നെ നമുക്ക് പായസം മാത്രമായിരുന്നു നിവേദിക്കാനുള്ളത്. പലർക്കും നമ്മുടെ കൂടെ ഉള്ള ആളുകൾക്ക് തെരളിയപ്പം, മണ്ടപ്പുറ്റ് അങ്ങനെ പല വഴിപാടുകൾ ഉണ്ടാകും. അപ്പൊ അവർ ഈ പായസം ആദ്യം നിവേദിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് പായസം മാത്രം ഉള്ളതുകൊണ്ട് പായസത്തിന്റെ പണി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഓൾറെഡി ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട്. അങ്ങോട്ടൊക്കെ ഒക്കെ പോയപ്പം ചേച്ചിക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഓരോ സംഘടനകൾ കൊടുക്കുന്ന ചോറ് വരി നിന്ന് കഴിക്കണം തന്നെ അവൾക്ക് നിർബന്ധം. എനിക്കാണെങ്കിൽ ഈ ചൂടൊക്കെ കൊണ്ട് വെയിലൊക്കെ കൊണ്ടിട്ട് വെള്ളമൊക്കെ കുറേ കുടിച്ചിട്ട് ചോറൊന്നും വേണ്ട ആ സമയത്ത്. ഇപ്പൊ കാണുമ്പോൾ കഴിച്ചാൽ കൊള്ളാന്നുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് ചോറ് തീരെ വേണ്ടാന്ന് തന്നെയായിരുന്നു. അപ്പൊ ചേച്ചിക്ക് എന്തായാലും ചോറ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി വരിയൊക്കെ നിന്ന് ചോറൊക്കെ കഴിച്ച് അവിടുന്ന് നല്ല സദ്യ കേട്ടോ, നല്ല ഭക്ഷണം. എല്ലാ സ്ഥലത്തും നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. ചില സ്ഥലത്ത് വെജിറ്റബിൾ ബിരിയാണി ആയിരിക്കും, ചില സ്ഥലത്ത് സദ്യ, അങ്ങനെ പല ഐറ്റംസ് ഓരോ സംഘടനേന്റെ പൗരസമിതിന്റെ ഇതിലാണ് കേട്ടോ ഓരോ സ്ഥലത്തുനിന്ന് കൊടുക്കുന്നത്. ഇവിടുന്ന് നല്ല സദ്യയായിരുന്നു. അവിയലും സാമ്പാറും ഉപ്പേരിയും പുളിയും പപ്പടമൊക്കെ ഉള്ള നല്ലൊരു സദ്യയായിരുന്നു കേട്ടോ. ആ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങള് വന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അമ്പലത്തിൽ നിന്ന് പോറ്റി വന്നിട്ട് തീർത്ഥം തെളിക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
തീർത്ഥം തെളിക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പൊങ്കാലേന്റെ എല്ലാ പരിപാടികളും അവസാനിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പായസം പാക്ക് ചെയ്ത് അവിടെ അടുത്തുള്ള വീട്ടിൽ കയറിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കുകയാണ് ചെയ്തത്. ട്രാഫിക് ഭയങ്കരമാണ്, പിന്നെ ഒരു വാഹനങ്ങളും പോവില്ല. അപ്പൊ നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയാണ് ചെയ്തത് കേട്ടോ. ഇതാണ് ഈ വർഷത്തെ 2025 ഞങ്ങളുടെ പൊങ്കാല വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരൊക്കെ പൊങ്കാല ഇടാൻ ഈ വർഷം പോയിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് കാണുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.